മലപ്പുറം കാളികാവിലെ നരഭോജി കടുവയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ 5-ാം ദിവസത്തിലേക്ക് 20 പേരടങ്ങുന്ന 3 ടീമുകളായി RRT സംഘം ഇന്ന് തിരച്ചിൽ നടത്തും. നിലവിലെ 2 കൂടുകൾക്ക് പുറമെ പ്രദേശത്ത് പുതുതായി ഒരു കൂട് കൂടി വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. അതേസമയം പ്രദേശത്തെ ഭൂപ്രകൃതിയും ഇടവിട്ടുള്ള കനത്ത മഴയും തെരച്ചിലിന് വെല്ലുവിളിയാകുന്നുണ്ട്. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി. സമീർ, അതുതന്നെയാണ്, ഈ മഴ തുടങ്ങിയിരിക്കുന്നു, പിന്നെ വൈകിട്ടായാൽ പിന്നെ ഇരുട്ട്, അത് തെരച്ചിലിന് തടസ്സമാകും. ഈ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ തീർച്ചയായിട്ടും അവിടെയുള്ള ആളുകളുടെ ആശങ്ക അത് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം സമീർ തന്നെ പറഞ്ഞിരുന്നു, നേരത്തെ തന്നെ നിർദ്ദേശമുണ്ടായിരുന്നു കൂടുകൾ സ്ഥാപിക്കണമെന്നൊക്കെ. അത് കാര്യമാക്കാതെ പോയതാണ് ഇത്രയും വലിയ പ്രശ്നത്തിന് കാരണമായത്. ഒരു ജീവൻ പൊലിഞ്ഞുപോയി, ഒരു ജീവൻ കൂടി പൊലിഞ്ഞുപോയി എന്ന് പറയേണ്ടി വരും അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ നരഭോജി കടുവയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ 5-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. രാവിലെ 7 മണിയോട് കൂടെ തന്നെ ആദ്യ RRT സംഘം ഈ വനത്തിലേക്ക് പുറപ്പെടും. ആദ്യം ഇവിടെ നടത്തുന്ന പരിശോധന എന്നുള്ളത് നേരത്തെ സ്ഥാപിച്ചിരിക്കുന്ന നിരീക്ഷണ ക്യാമറകൾ വിശദമായി പരിശോധിക്കും. ഇതിൽ കടുവയുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുക. ഈ 5 ലൈവ് സ്ട്രീമിംഗ് ക്യാമറകൾ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി സ്ഥാപിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടും വളരെ കൃത്യമായ നിരീക്ഷണം നടന്നു വരികയാണ്. ഈ ഭാഗത്ത് കടുവ ഉണ്ടോ എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഈ വനം വകുപ്പ് പരിശോധിക്കുന്നത്. മറ്റൊരു ഭാഗത്തേക്ക് കടുവ പോയിട്ടുണ്ടാകില്ല എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് വനം വകുപ്പ് ഉള്ളത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒരു കൂട് കൂടി കൂടുതലായി സ്ഥാപിച്ച് 3 കൂടുകളാണ് നിലവിൽ കടുവക്കായി ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തിരച്ചിലിനേക്കാൾ അപ്പുറം ഈ കൂട്ടിലേക്ക് കടുവയെ കയറ്റാനുള്ള ശ്രമമാണ് നിലവിൽ വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് 9 മണിയോട് കൂടെ ആയിരിക്കും മറ്റുള്ള 2 സംഘങ്ങൾ, പ്രത്യേകിച്ച് 20 പേരടങ്ങുന്ന 3 സംഘങ്ങളാണ് വനത്തിലേക്ക് തിരച്ചിൽ നടത്താനായി പോകുക. അതിൽ 7 മണിയോട് കൂടി ആദ്യ സംഘവും പിന്നീട് 2 സംഘവും പുറപ്പെടുന്നതുമായി ബന്ധപ്പെട്ട തിരച്ചിൽ നടത്തും. ഈ ഏതൊരു സാഹചര്യത്തിൽ കടുവയെ കാണുകയാണെങ്കിലും ഈ മയക്കുവെടി വെക്കാനുള്ള ഫുൾ തയ്യാറെടുപ്പോട് കൂടിയാണ് ഈ വനം വകുപ്പ് സംഘങ്ങളൊക്കെ തന്നെ ഈ കടുവയ്ക്കായുള്ള തിരച്ചിലിനായി പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രദേശത്തെ ഭൂപ്രകൃതി വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഈ കുങ്കിയാനകളെ തുടക്കത്തിൽ തന്നെ ഉപയോഗിക്കാത്തതും ഈ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ് വനം വകുപ്പ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇടവിട്ട് പെയ്യുന്ന മഴയും ഈ തിരച്ചിലിന് ഒരു തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. എങ്കിൽ പോലും വനം വകുപ്പ് ഊർജിതമായ ഇടപെടലും തിരച്ചിലുമാണ് എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. 3 ടീമുകളായി തിരിഞ്ഞ് ആണ് ഇങ്ങനെ തെരച്ചിൽ നടത്തുന്നത്. പക്ഷെ ഇപ്പോൾ സമീർ പറഞ്ഞതുപോലെ അവിടുത്തെ ഒരു ഭൂപ്രകൃതി അത് വലിയ വെല്ലുവിളിയാകുന്നു, ഒപ്പം മഴയും അല്ലേ?